എല്ലാവർക്കും മനസ്സിലായോ എന്നറിയില്ല. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻകായാണ്. നല്ല രുചികരമായ നല്ല ഈസി വേലാണ്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മോണീഷാനു ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കഷ്ണമീനാണ്. സവാള 2 ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താ പറയുക, മുള്ളൊക്കെ മാറ്റിയിട്ട് ആ മീനൊന്ന് കൈവച്ച് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് പാൻ വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടാവാൻ വെക്കുകയാണ്. ഓക്കെ, പിന്നെ ചില മെസ്സേജിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും നമ്മൾ എവിടുത്തുകാരാണ്, എവിടെയാണ് സ്ഥലം, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതിനൊക്കെ എന്തായാലും പറയുന്ന കേട്ടോ, മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ആ ചൂടായ പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡിഷാണ്. ഇതിനൊരു കല്ലുമ്മക്കായൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ വരുന്നത്. ഈ നോമ്പ് ടൈമിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എന്തായാലും അറിയാം, അങ്ങനത്തെ ഉമ്മമാർക്കൊക്കെ അറിയുന്നതാണ്. എന്താ വെച്ചാൽ വീട്ടിൽ നമ്മൾ എന്താ പറയുക, ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കുന്നവർക്ക് മീൻകായൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരിക്കും. പക്ഷെ അല്ലാത്തവരെയും കൂടി നമ്മൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ഡിഷൊക്കെ പറയുന്നത്, ഈ ഒരു റെസിപ്പിയൊക്കെ പറയുന്നത്. കല്ലുമ്മക്കായൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് ബീച്ചിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇപ്പം ബീച്ചിലൊന്നും ആർക്കും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പം കല്ലുമ്മക്കായും ഇപ്പം അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻകായ് ട്രൈ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമ്മളിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ കൊത്തി അരിയാണ് ചെയ്യേണ്ടത് സവാള കേട്ടോ. മസാല ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി കേട്ടോ, അധികം വാടണ്ട. പിന്നെ ഇതെന്ന് പറയുമ്പം വൈകുന്നേരം നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഈസി റെസിപ്പിയാണിത്. ഇനി നമ്മൾ എന്താണ്, ഇതിലേക്ക് മീനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മാറ്റി വെച്ച മീനില്ലായിരുന്നു, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രം എടുക്കുകയാണ്, അതൊന്ന് ചൂടാക്കാൻ വെക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരിപ്പൊടി വാട്ടിയെടുക്കാനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ്. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവ് കിട്ടുക. അപ്പോൾ ഇതേ ഒരു അളവിലെടുക്കണം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പം 1 ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് നമ്മൾ ഇടേണ്ടത്. ഇതുപോലെ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതുപോലെ വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്ത പത്തിരിപ്പൊടിയാണ് ആ കാണുന്നത്. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് കൈപ്പത്തിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കുക. ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ബോളാക്കുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്യുക. കൈ വെച്ച് നന്നായി ഒന്ന് അമർത്തുക. ഏതെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, അതിലൊന്ന് തടവി കൊടുക്കുക. ഒരു സോഫ്റ്റ്നെസ് കിട്ടാനാണ്, കയ്യിൽ ഒന്ന് പറ്റി പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ സെൻറ്ററൊക്കെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുന്ന പോലെ ചെയ്യുക. ഓക്കെ, കൈപ്പത്തീൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് വട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ 1 സ്പൂണാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതുപോലെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് യോജിപ്പിക്കുക. എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതെന്ന് പറയുമ്പോൾ ഉന്നക്കായിൻ്റെ ഷേപ്പാണ്. ഉന്നക്കായ് ചിലവർ കഴിച്ചിട്ടുണ്ടാവും, പിന്നെ കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ആ ഒരു രൂപമാണ് ഇത് എടുക്കേണ്ടത്. ആ ഒരു ഷേപ്പിലൊക്കെ എടുക്കുക. ആ ഒരു ഷേപ്പാണ് നമ്മൾ മീൻകായ്ക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് തന്നെ എടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. കൈ വെച്ചിട്ട് എല്ലാ ഭാഗവും ആ ഒരു ഷേപ്പ് ആക്കിയെടുക്കണം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ വേയിലാണ്, അതുപോലെ തന്നെ വീട്ടിൽ എന്താ പറയുക ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമ്മളിത് അപ്പച്ചെമ്പിലേക്കൊന്ന് ആവി കയറ്റാൻ വെക്കുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, എല്ലാം നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റ് നമ്മൾ ആവി കയറ്റാൻ അപ്പച്ചമ്പിൽ വെച്ചാൽ മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആവി കയറൽ മതി. അപ്പോൾ 15 മിനിറ്റിലേക്ക് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, 15 മിനിറ്റ് ശേഷം നോക്കുമ്പോൾ നമ്മളെ മീൻകായ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക. ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ആവി കയറി മീൻകായ് തന്നെ കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഈ കാണിച്ചിരുന്നത്. അപ്പോൾ ഇനി ആവശ്യത്തിന് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പ്. ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക. ഓക്കെ, ഇനി പാൻ നന്നായിട്ട് ചൂടാക്കുക. ഒരു ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ എടുക്കുന്ന ഓയിൽ മതി, അല്ലെങ്കിൽ മീൻ പൊരിക്കാൻ എടുക്കുന്ന ഓയിൽ ബാലൻസ് ആവണ്ട. ഇത്ര ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് എന്താ പറയുക, ഒരു ബ്രൗൺ കളറായി കിട്ടുന്ന, ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് മീൻകായ് കിട്ടുന്ന ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെന്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോന്നും തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ച് കൊടുക്കുക. ഒന്ന് ആ കളർ വരണം. റെഡിഷ് ബ്രൗൺ കളറാണ് മീൻകായിൻ്റെ കളറ്. അപ്പോൾ ആ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് അത് എടുക്കുകയാണ്. ഇതുപോലെ എടുക്കുക, ഒന്ന് ഊറ്റിയെടുക്കുക. ഓക്കെ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇടുകയാണ്. നമ്മൾ മീൻകായ് റെഡി ആയിട്ടുള്ള ടേസ്റ്റായി നല്ല സിമ്പിൾ വേയിലാണ് കാണിച്ചു തന്നിട്ടുള്ള. എമ്മിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് ചൂടോടെ മുറിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ചൂടുണ്ട്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ മീൻകായ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൽ നിങ്ങൾ പിന്നെ ആ ഓൾ ബട്ടണും കൂടി നിൽക്കണം. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം. നല്ല എമ്മി ആയിട്ടുള്ള മീൻകായ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.